ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറിനെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം. ബി.ആർ. അംബേദ്കർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ അവഹേളിച്ചവരാണ് ബി.ജെ.പി എന്ന് കെ. രാധാകൃഷ്ണൻ എം.പി പ്രതികരിച്ചു. അംബേദ്കറിനെ അവഹേളിച്ച അമിത്ഷാ രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് ജോൺ ബ്രിട്ടാസ് എം.പിയും ആവശ്യപ്പെട്ടു. അതേസമയം ബി.ജെ.പി പ്രതിപക്ഷത്തിനെതിരെ വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അവഹേളിച്ചവരാണ് ബി.ജെ.പി എന്നും ഇന്ത്യൻ ഭരണഘടനയെ ആർ.എസ്.എസ് പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നുവെന്നും കെ. രാധാകൃഷ്ണൻ എം.പി പറഞ്ഞു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കി അവതരിപ്പിച്ച സന്ദർഭത്തിൽ തന്നെ അതിനെ ഒളിഞ്ഞും തെളിഞ്ഞും എതിർത്തവരാണ് സംഘപരിവാറും അതുപോലെ ആർ.എസ്.എസ്. അന്ന് തന്നെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഇന്ത്യക്ക് യോജിച്ചതല്ല, ഇന്ത്യൻ സംസ്കാരത്തിന് യോജിച്ചതല്ല, അല്ലെങ്കിൽ മനുസ്മൃതിക്ക് വിധേയമായി കൊണ്ടുള്ള ഒരു ഭരണഘടനയല്ല എന്ന് വാദിച്ചവരാണ്. അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. उसके बाद अमित शाह जी का बयान आता है और हम पहले से कह रहे हैं कि जो बीजेपी आरएसएस की सोच है एंटी कॉन्स्टिट्यूशनल सोच है, एंटी अंबेडकर जी की सोच है और जो अंबेडकर जी की मेमोरी है, जो उनका कंट्रीब्यूशन है, उसको ये लोग मिटाना चाहते हैं, खत्म करना चाहते हैं. और डायरेक्टली इनके मंत्री ने, होम मिनिस्टर ने डायरेक्टली सबके सामने जो उनका माइंडसेट है वो सबके सामने उन्होंने दिखा दिया. अपॉलॉजी होनी चाहिए और उनको रिजाइन करना चाहिए, नहीं किया. इन्होंने अंबेडकर जी का अपमान किया है, उसकी अपॉलॉजी होनी चाहिए और रिजाइन करना चाहिए होम मिनिस्टर को. और जो मेन मुद्दा है, അംബേദ്കറിനെതിരായ പ്രസ്താവനയിലൂടെ അമിത്ഷായുടെ ഉള്ളിലുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം.പി പ്രതികരിച്ചു. പരിക്കെന്താണെന്ന് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? കാരണം വെച്ചാൽ ഭാവനയിലുണ്ടായിട്ടുള്ള പരിക്കാണെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. രാഹുൽ ഗാന്ധി തള്ളിയെന്നോ പ്രിയങ്ക ഗാന്ധി തള്ളിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അമിത്ഷാ എത്രത്തോളം ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടെയാണ് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തതെന്നുള്ളത് ഈ ലോകം മുഴുവൻ കണ്ടതാണ്. മാത്രമല്ല, അംബേദ്കറിനെ ഒരു പരിഹാസി കഥാപാത്രം പോലെയാണ് ആക്കിയത്. അംബേദ്കറെ അധിക്ഷേപിച്ച അമിത്ഷായുടെ പ്രസ്താവന ഭരണഘടനയെ അവഹേളിക്കുന്നതെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞു. ഈ അമിത്ഷായുടെ പ്രയോഗത്തെയും അതിനെ പിന്തുണച്ച, അതിനെ ന്യായീകരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെയും തള്ളിപ്പറയണം, ശക്തമായി പ്രതിഷേധിക്കണം. അമിത്ഷാ രാജിവെക്കണം. ഈ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.